أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لمن الأرض وما فيها إن كنتم تعلمون سيقولون لله قل أفلا تذكرون قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل أفلا تتقون قل من بيده ملكوت كل شيء وهو يجير ولا يجار عليه إن كنتم تعلمون سيقولون لله قل فأنا تسحرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1726 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 89 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لمن الأرض ومن فيها إن كنتم تعلمون سيقولون لله قل أفلا تذكرون قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل أفلا تتقون قل من بيده ملكوت كل شيء وهو يجير ولا يجار عليه إن كنتم تعلمون سيقولون لله قل فأنا تسحرون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 89 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അതിവിസ്മയകരമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന കാര്യം പ്രവാചകന്മാർ നിരന്തരം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ സൃഷ്ടാവിന് മനുഷ്യര് വിധേയപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം നിരന്തരം അവരെ ഉണർത്തുകയുണ്ടായപ്പോ അതിന് വേണ്ട പരിഗണന കൊടുക്കാൻ സന്നദ്ധരാവാതെ അതിനെ നിസ്സാരമായി കാണുകയും സത്യനിഷേധത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകളെയാണ്, അവരുടെ സവിശേഷതകളെയാണ് നമ്മൾ പഠനവിധേയമായിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്നത്. ഈ ആളുകൾ സ്വീകരിക്കുന്ന നിലപാടും അവരുടെ ഇത് സംബന്ധമായിട്ടുള്ള പ്രതികരണവും ഒക്കെ തന്നെ എത്ര അർത്ഥശൂന്യമായതാണ് എന്നത് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന വിധത്തിലാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിലുള്ള ആർഗ്യുമെന്റ്സ്, അതിലടങ്ങിയിട്ടുള്ള അതിന്റെ ഉള്ളടക്കം. നിങ്ങൾക്ക് കേൾവി നൽകിയതും കാഴ്ച നൽകിയതും അതുപോലെ ആലോചനാശേഷി ഉള്ള മനസ്സുകൾ നൽകിയതും ഒക്കെ തന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ്. പക്ഷെ അതിന് നിങ്ങൾ അല്പമാത്രം ആയിട്ട് ആണ്
നന്ദി കാണിക്കുന്നത്, കൃതജ്ഞത കാണിക്കുന്നത് എന്നത് അല്ലാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഭൂമിയിൽ നിങ്ങളെ വ്യാപിപ്പിച്ചത് അവനാണ്. അവന്റെ അടുക്കലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. അതുപോലെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ്. രാവ് പകലുകളുടെ ഈ മാറി വരുന്ന ഈ കറക്കം അത് അള്ളാഹുവിന്റെ സംവിധാനമാണ്. അതിന്റെ നിയന്ത്രകൻ അള്ളാഹുവാണ്. തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരോട് ആശയസംവാദം നടത്തുമ്പോൾ അവര് പറയുന്നത് ഇതുപോലെയുള്ള സംഗതികളൊക്കെ തന്നെ പൂർവികരായ പ്രബോധിത സമൂഹങ്ങൾ പ്രവാചകന്മാരോട് നൽകിയ പ്രതികരണം തന്നെയാണ്. അതിനൊട്ടും വ്യത്യസ്തമല്ലാത്ത വിധത്തിലാണ് ഈ സമകാലിക സമൂഹവും ഖുർആൻ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അവര് പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഐദാ മിത്നാ വകുന്ന തുറാബം വഇലാമ, ഞങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായി കഴിഞ്ഞതിന് ശേഷം ഇന്നാലും അബുഅ്സൂൻ, ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഇതുപോലെയുള്ളത് ഞങ്ങൾ കുറെ കേട്ടു കഴിഞ്ഞു. ഞങ്ങളുടെ പ്രപിതാക്കന്മാരും ഇതുപോലെയുള്ള സംഗതികളൊക്കെ ഒരുപാട് കേട്ടതാണ്. നേരത്തെ ഞങ്ങളോട് ഇപ്പോ വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എത്രയോ തലമുറകള് ഇതേ വിധത്തിലുള്ള വാഗ്ദാനങ്ങള് ഇത്തരം ആളുകളിൽ നിന്ന് കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വെറും പൂർവികരായ പൗരാണികരായ ആളുകളുടെ കെട്ടുകഥകൾ മാത്രമാണ്, അടിസ്ഥാനരഹിതമായ അവരുടെ ഭാവനാസൃഷ്ടിയായിട്ടുള്ള കഥകൾ മാത്രമാണ് എന്നാണ് ഈ ആളുകൾ നടത്തിയ പ്രതികരണത്തിന്റെ ചുരുക്കം. മിക്കവാറും എല്ലാ പ്രവാചകന്മാർക്കും ഇതുപോലെയുള്ള പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്നാണ് മനുഷ്യയുക്തിയെ അതിശക്തമായ വിധത്തിൽ പ്രചോദിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ അല്ലാഹു നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ ഉന്നയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ നിഷേധികളുടെ സാന്നിധ്യത്തിൽ അവരോട് ചോദിക്കാൻ വേണ്ടി പറയുന്ന വിധത്തിലുള്ളതാണ് ഈ ആയത്തുകൾ. ഈ ആയത്തുകളുടെ ഘടന അങ്ങനെയാണ്. ഖുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പ്രവാചകരെ അവരോട് ചോദിക്കുക, ലിമനിൽ അർളു വമൻ ഫീഹ, ആർക്കുള്ളതാണ്, ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ആരുടേതാണ് ഈ ഭൂമിയും അതിലുള്ളതൊക്കെയും? നിങ്ങളൊന്ന് പറ. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് ഇൽമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ. ആർക്കുള്ളതാണ്, ആരുടേതാണ്, ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഭൂമിയും അതിലുള്ള സകല സംഗതികളും? ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹ, അൽ അർളു വമൻ ഫീഹ, ഭൂമിയും അതിലുള്ളതൊക്കെയും. അത് മനുഷ്യനെ പോലെയുള്ള ജീവജാലങ്ങൾ ആവാം, മനുഷ്യനാവാം, ഇതര ജീവജാലങ്ങളാവാം, അതുപോലെ അചേതനമായ പലതുമാവാം. ഇതൊക്കെയും സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു അവരോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. ലിമനിൽ അർളു വമൻ ഫീഹ, ആരുടേതാണ്, ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ആർക്ക്, ഹൂ ഡസ് ഇറ്റ് ബിലോങ് ടു എന്ന ഒരു ചോദ്യമാണ്. ആക്ച്വലി ഇതൊക്കെ ആരുടേതാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ ഇതിന് ഉത്തരം പറ. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്ന് പറയുമ്പോൾ അത് കൃത്യതയുള്ള ഒരു ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അറബി ഭാഷയില് ഇൽമ് എന്ന വാക്കാണ് ഇതിന്റെ റൂട്ടായിട്ട് വരുന്നത്. തഅലമൂൻ എന്നതിന്റെ റൂട്ട്. ആ വാക്ക് ആധുനിക കാലഘട്ടത്തില്
മിക്കപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ശാസ്ത്രം എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾക്ക് ശാസ്ത്രബോധമുണ്ടെങ്കിൽ, കൃത്യതയുള്ള അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ജ്ഞാനമുണ്ടെങ്കിൽ പറയൂ, ഈ ഭൂമിയും അതിലുള്ളതൊക്കെയും തന്നെയും ആരുടേതാകുന്നു, ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? ഇതാണ് ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി പറയുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യര് അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കുമ്പോൾ നമ്മള് നാട്ടിലെ ഭരണാധികാരിയുടെ പേര് മനസ്സിൽ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങളുടെ പേരൊക്കെ മനസ്സിൽ വരാം. പക്ഷെ അതൊക്കെ നശ്വരമാണ്. നമ്മളുടെ ഭരണഘടന രൂപപ്പെട്ടു വന്നിട്ടുള്ളത് നമുക്കറിയാം, ഒരു 947 കാലഘട്ടം അതിനുശേഷമുള്ള ഒരു കാലത്താണ്. നമ്മുടെ ഭരണഘടനയിൽ ഈ നാട്ടിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കള്, അതിലുള്ള സകല സംഗതികളും, പ്രകൃതി വിഭവങ്ങൾ, ഇതിന്റെയൊക്കെ ഓണർഷിപ്പിനെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. പക്ഷെ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാകുന്നതിന്റെ എത്രയോ മുന്നേ ഈ ഭൂപ്രദേശവും അതിൽ കാണപ്പെടുന്ന മിക്ക സംഗതികളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ഉള്ളതാണ്. ഒരു ഭരണഘടനയും ഒരു രാജ്യവും നമ്മള് ലോക ചരിത്രത്തിൽ തന്നെ കാണുന്നില്ല. കാലത്തിന്റെ തുടക്കം മുതൽ കാലത്തിന്റെ അവസാനം വരെ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഒരേ സംവിധാനത്തില്, ഒരേ രീതിയിൽ, ഒരേ ഭരണക്രമത്തില് അങ്ങനെ പോകുന്നത്. ഒരു 100 വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങളാണ് നാടുകൾക്ക് ഉണ്ടാവുന്നത്, ഭരണ സംവിധാനങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുപോലെ അവിടെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥക്കും അധികാരഘടനക്കും ഒക്കെ വലിയ മാറ്റങ്ങളാണ് ഒരു നിർണിതമായ കാലത്തിനുള്ളിൽ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഉടമസ്ഥത എന്ന് പറയുന്നത് നമുക്ക് എക്കാലത്തേക്കുമായിട്ട് നമ്മളെ ചുറ്റുവട്ടത്ത് കാണുന്ന ആർക്കെങ്കിലുമായിട്ട് തീരെഴുതി കൊടുക്കാൻ പറ്റും? അതൊക്കെ താൽക്കാലികമായിട്ടുള്ള കൈവശാവകാശം എന്ന വിധത്തിൽ പറയുക എന്നല്ലാതെ ഉടമസ്ഥത ആർക്കും നമുക്ക് അങ്ങനെ അവന്റേതാണ് എന്ന് പറയാൻ പറ്റില്ല. അവന്റേതാണ് എന്ന് പറയണമെങ്കിൽ അവനിവിടെ ഉണ്ടാവണ്ടേ? ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, എത്ര മുഖ്യമന്ത്രിമാര് നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ടു പോയല്ലോ. ഇതേപോലെ സ്ഥലം വിട്ടു പോകുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പൊ അയാളുടേതാണ്, ഇയാളുടേതാണ് എന്ന് പറഞ്ഞാൽ തന്റെ ഉടമസ്ഥത സ്ഥാപിക്കാനോ ചോദിച്ചു വരാനോ പോലും അവരാരും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഭൂമിയുടെയും ഭൂമിയിലുള്ള സകലതിന്റെയും ഉടമസ്ഥൻ എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിനെ യുക്തിപൂർവം സമീപിക്കുന്ന ഏതൊരാൾക്കും ഒരു മറുപടി നൽകാൻ കഴിയുക സയഖൂലൂനലില്ല. പ്രവാചകന്മാരോട് അവരുടെ സമൂഹങ്ങൾ പറഞ്ഞ അതേ മറുപടി ആയിരിക്കും, അതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. സയഖൂലൂനലില്ല, അവര് പറയുക ഇങ്ങനെയാണ്, അവരിങ്ങനെ പറയും എന്നാണ് ഖുർആൻ പറയുന്നത്. സയഖൂലൂന, അവര് പറയും, ലില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഉടമസ്ഥനുണ്ട് എന്ന കാര്യം മനുഷ്യന്റെ സ്വാഭാവിക യുക്തിയിൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ സ്വാഭാവിക യുക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഗതിയുടെ വിലയിരുത്തലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും സംഘട്ടനങ്ങളും സംഘർഷവും ഉള്ളതും ഒക്കെയായി മാറും അവന്റെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. അവന്റെ ചിന്ത തന്നെ കാലുഷ്യം നിറഞ്ഞതായി മാറും. അവന്റെ തോട്ട് പ്രോസസ്, ആ ചിന്താ പ്രക്രിയ ഒരു അടിത്തറയില്ലാത്തതായിട്ട് മാറും. സ്വാഭാവികമായ മനുഷ്യയുക്തി അവനെ പ്രേരിപ്പിക്കുന്ന കാര്യം ഇങ്ങനെ പറയാനാണ്. ആരുടേതാണ് ഭൂമിയും അതിലുള്ളതൊക്കെയും തന്നെ എന്ന് ചോദിച്ചാൽ അവര് പറയും സയഖൂലൂന, അവര് പറയും ലില്ലാഹ്,
അതൊക്കെയും തന്നെ അള്ളാഹുവിനുള്ളതാണ്. അതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ മേല് നമുക്ക് ചില നിരീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടാകും. അതിന്റെ ഉടമസ്ഥത നിർണിതമായ വർഷത്തേക്ക് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന വേറൊരു കൂട്ടരും ഉണ്ടാവും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, ഈ ഡാം ഉണ്ടാവുന്നതിന്റെ എത്രയോ മുന്നേ ആ ജലസ്രോതസ് അവിടെ ഉണ്ട്, ജലാശയം അല്ലെങ്കിൽ അവിടത്തേക്ക് ജലം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പ്രിംഗ് ഉണ്ടായിരുന്നതാണ്. അവകാശവാദങ്ങൾ മനുഷ്യർ ഉന്നയിക്കും, പക്ഷെ അവന് ഉടമസ്ഥപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യും. കാലം പിന്നിടുമ്പോ അവന്റെ സമയം എത്തുമ്പോ അവന് ഇവിടുന്ന് അങ്ങ് പോകും. ഉടമസ്ഥത എവിടെ പോയി? ഉടമസ്ഥനില്ലാതെ ഉടമസ്ഥത നിലനിൽക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സയഖൂലൂനലില്ല, ഏറ്റവും യുക്തിഭദ്രമായ തിരിച്ചറിവ് വെളിപ്പെടുത്തുന്ന ഒരു മറുപടി. അത് മനുഷ്യര് എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യരുടെ സ്വാഭാവിക യുക്തിയിൽ തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു മറുപടി, ഇല്ല, ഇതൊക്കെയും തന്നെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെതാണ്. അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിന്റെ പേരാണ് അള്ളാഹു എന്നത്. അത് വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ അടങ്ങിയിട്ടില്ല. ദ ഗോഡ് എന്ന ഇംഗ്ലീഷിൽ അതിന് പറയാൻ കഴിയുള്ളൂ. അപ്പൊ അള്ളാഹ് എന്ന ആശയം ആ അള്ളാഹുവിൻ്റെതാണ് ഇതൊക്കെയും എന്നാണ് ഈ പ്രവാചകന്മാരെയും പാരത്രിക ജീവിതത്തെയും നിഷേധിക്കുന്ന ആളുകൾ പോലും ഏറ്റുപറയുന്നത്, സമ്മതിച്ചു പറയുന്നത്. കുൽ, അപ്പോ ഒരു കാര്യം കൂടി അവരോട് പറഞ്ഞേക്കുക അല്ലെങ്കിൽ ചോദിക്കുക എന്നാണ് അള്ളാഹു തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അഫലാ തദക്കറൂൻ, എന്നിട്ട് എന്തേ കൂട്ടരെ നിങ്ങൾക്ക് ബോധമില്ലാത്തത്? ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെതാണ്, ഈ ഭൂമിയും അതിലടങ്ങിയ സംഗതികളൊക്കെയും തന്നെ അള്ളാഹുവിൻ്റെതാണ് എന്ന് സമ്മതിച്ചു പറയുന്ന നിങ്ങൾ, ആ ഒരു ബോധം നിങ്ങളുടെ പെരുമാറ്റത്തിലോ നിലപാടിലോ സംസാരത്തിലോ ജീവിതത്തിലോ ഒന്നുമില്ലല്ലോ. എന്താണ് നിങ്ങൾക്ക് ബോധമില്ലാതായി പോയത് എന്നാണ് തുടർന്ന് ചോദിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത്. അഫലാ തദക്കറൂൻ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ദിക്ർ ചെയ്യുന്ന, ഓർമ്മയുള്ള, അതിനെക്കുറിച്ച് ബോധമുള്ള ആളുകളായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. നിങ്ങളുടെ നിലപാടുകളും പെരുമാറ്റവും സംസാരവും ജീവിത രീതിയും ഒന്നും തന്നെ ഈ ഒരു സംഗതി നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ ലക്ഷണമാകുന്നില്ല എന്നതാണ് വളരെ വിചിത്രമായ ഒരു കാഴ്ച. ഇതാണ് അവരോട് പറയാൻ വേണ്ടി അള്ളാഹുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ഭൂമിയും അതിലുള്ളതൊക്കെയും തന്നെ അള്ളാഹുവിൻ്റെതാണ് എന്ന്. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ ഒരു പ്രകടനവും അതിന്റെ ഒരു 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 ഇമ്പാക്റ്റും കാണാനില്ലല്ലോ. അഫലാ തദക്കറൂൻ, നിങ്ങൾക്ക് എന്റെ ബോധമില്ലേ? ഇത് മനസ്സിലാക്കിയിട്ടും ഇത് ഏറ്റുപറഞ്ഞിട്ടും അതിന്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ അഫലാ തദക്കറൂൻ, നിങ്ങൾക്ക് എന്റെ ബോധമില്ലാത്തവരായി പോയോ നിങ്ങൾ എന്നതാണ് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് വീണ്ടും ചോദ്യം ഉന്നയിക്കാൻ അള്ളാഹു പ്രവാചകനെ ചുമതലപ്പെടുത്തുകയാണ്. ഖുൽ, പ്രവാചകരെ പറയുക, മൻ റബ്ബുസ് സമാവാതി സബ്അ, ആരാണ് ഈ സപ്തവാനങ്ങളുടെ നാഥൻ? ഈ 7 ആകാശങ്ങളുടെ റബ്ബ് ആരാണ്? മർ റബ്ബുസ് സമാവാതി സബ്അ, 7 ഉയരങ്ങളുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പരമ്പരാഗതമായി തന്നെ മനുഷ്യര് മനസ്സിലാക്കി വെക്കുന്നതും അങ്ങനെയാണ്. സപ്തവാനങ്ങൾ എന്നത് മനുഷ്യന്റെ ബോധമണ്ഡലത്തിലുള്ള ഒരു കാര്യമാണ്. പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ മനസ്സിൽ കരുപ്പിടിപ്പിക്കപ്പെട്ട ഒരു ആശയമായിരിക്കാം. ചോദ്യം ഇതാണ്, മൻ റബ്ബുസ് സമാവാതി സബ്അ, ആരാണ് ഈ 7 ആകാശങ്ങളുടെ ഉടമസ്ഥൻ? ഈ ആകാശങ്ങളുടെ നാഥൻ, അവയുടെ നിയന്ത്രകൻ, അവയുടെ അവയുടെ നിലനിൽപ്പ് ആരുടെ നിയന്ത്രണത്തിലാണ്? ഇതാണ് ചോദ്യം. ആരാണ് അവയുടെ റബ്ബ്? 7 ആകാശങ്ങൾ. ഒരു പേര് അല്ലാത്തത്
ഒരാൾക്കും നിർദ്ദേശിക്കാൻ സാധ്യമല്ല. ആരുടെ പേര് നിർദ്ദേശിച്ചാലും ആകാശങ്ങൾ ഉണ്ടായതിനു ശേഷം ഉണ്ടായതാകും. ആകാശങ്ങൾ നിലനിൽക്കെ തന്നെ കാലഗതി അടഞ്ഞു പോകുന്നവരുമാകും. അവരെങ്ങനെയാണ് ആകാശത്തിന്റെ ഉടമസ്ഥരാകുക? 7 ആകാശങ്ങളുടെ, സപ്തവാനങ്ങളുടെ ഉടമസ്ഥൻ, ഈ പ്രപഞ്ച സാകല്യത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന ചോദ്യത്തിന് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു എന്നല്ലാത്ത ഒരു മറുപടിയും ഒരാൾക്കും നൽകാൻ കഴിയില്ല. കാരണം ആരുടെ പേര് പറഞ്ഞാലും അതൊക്കെ തന്നെ ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഉണ്ടായവരാണ്. പ്രപഞ്ചം നിലനിൽക്കെ തന്നെ, പ്രപഞ്ചം ഒടുങ്ങിത്തീരുന്നതിന്റെ മുമ്പായി അവര് കാലഗതി അടയുകയും ചെയ്യും. ഖുൽ മർ റബ്ബുസ് സമാവാതി സബഅ, ചോദിക്കുക പ്രവാചകരെ അവരോട്, ഈ 7 വാനങ്ങളുടെ, സപ്തവാനങ്ങളുടെ, 7 ആകാശങ്ങളുടെ ഉടമസ്ഥൻ, അവയുടെ നാഥൻ ആരാണ്? വ റബ്ബുൽ അർശിൽ അളീം, അതിമഹത്തായ സിംഹാസനത്തിന്റെയും നാഥൻ ആരാണ്? വ റബ്ബുൽ അർശിൽ അളീം, അള്ളാഹുവിന്റെ സിംഹാസനത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അർശ്, വസിയ കുർസിയുഹു സമാവാതി വൽ അർള് എന്ന ഖുർആൻ സൂറത്തുൽ ബഖറയിൽ സൂചിപ്പിക്കുന്ന കാണുന്നത്. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ അർശ്, അവന്റെ കുർസി ആകാശങ്ങളെയും ഭൂമിയെയും ചൂഴ്ന്നു നിൽക്കുന്നു. പ്രപഞ്ച സാകല്യത്തെ പൂർണ്ണമായിട്ടും അവന്റെ അധികാര പീഠത്തിന്, ആ അധികാര പീഠത്തില് നിയന്ത്രിതമാക്കിയിട്ടാണ് അവൻ വെച്ചിട്ടുള്ളത്. അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു ചാടുന്ന യാതൊന്നും തന്നെ പ്രപഞ്ചത്തിലില്ല, ആകാശങ്ങളിലോ ഭൂമിയിലോ ഇല്ല. വസിയ കുർസിയുഹു സമാവാതി വൽ അർള്, അവന്റെ കുർസി, അവന്റെ അധികാരത്തിന്റെ ഇരിപ്പിടം, അധികാരപീഠം, അത് ആകാശങ്ങളെയും ഭൂമിയെയും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെ ആകാശങ്ങളിലെയും ഭൂമിയിലെയും വളരെ സൂക്ഷ്മമായ ഒരു കണിക പോലും അവന്റെ നിയന്ത്രണത്തിന് പുറത്തു പോകുന്നില്ല. അവന്റെ നിയന്ത്രണത്തിലാണ്, സമ്പൂർണമായ നിയന്ത്രണത്തിലാണ് അവയൊക്കെയും തന്നെ ഉള്ളത്. ഇവിടെ അള്ളാഹു പറയുന്നത് ആരുടേതാണ് ഈ അർശുൽ അളീം എന്ന് പറയുന്നത്? റബ്ബുൽ അർശിൽ അളീം, ആരാണ് ഈ അതിമഹത്തരമായ സിംഹാസനത്തിന്റെ നാഥൻ എന്നതാണ് ഇവിടെ ഉന്നയിക്കാൻ വേണ്ടി പറയുന്ന ചോദ്യം. ആരാണ് ഈ സപ്തവാനങ്ങളുടെയും മഹാസിംഹാസനത്തിന്റെയും ഉടമസ്ഥൻ, അവയുടെ നാഥൻ ആരാണ് എന്നതാണ് ചോദ്യം. എന്താണ് ഈ അർശുൽ അളീം എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളുടെയും കേന്ദ്രീകൃതമായ നിയന്ത്രണം നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടും. ഭൂമി വരണ്ടുണങ്ങിക്കഴിഞ്ഞാൽ ദാഹാർത്തരായി മഴയ്ക്ക് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളും മനുഷ്യരും അതുപോലെ അചേതന വസ്തുക്കളും ഒക്കെയും തന്നെ മഴത്തുള്ളി വന്ന് വീഴണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ കാത്തിരിപ്പിനൊടുവില് ആകാശത്ത് നിന്ന് മഴ പെയ്തിറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഭൂമിയിൽ മഴ വർഷിക്കുന്നത്, ഭൂമിയിൽ വെയില് അനുഭവപ്പെടുന്നത്, സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സൂക്ഷ്മവും സ്ഥൂലവുമായ കാര്യങ്ങളിലും കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണം, ഒരു നിയന്ത്രണത്തിന്റെ ചരടുണ്ട് എന്നത് ആർക്കും ബോധ്യപ്പെടും. എന്റെ രക്തധമനികളിലെ രക്തം ഒരു വിരലിലേക്ക് ഒഴുകാൻ കൂട്ടാക്കാതിരുന്നു എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെയുള്ള ഡയബറ്റിക് പേഷ്യൻസ് ആയ ആളുകൾ പലപ്പോഴും അവരുടെ ശരീരത്തിന്റെ വിശേഷിച്ച് കാൽവിരലുകളിൽ, കൈവിരലുകളിലൊക്കെ രക്തം എത്താത്ത, രക്തത്തിന്റെ ഒഴുക്കിന് ഭംഗം വരുന്ന പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അപ്പോ ആ ശരീരാവയവത്തിന് എന്താണ് സംഭവിക്കാറുള്ളത്? സാധാരണ അതിന്റെ ജീവനില്ലാതെയായി പോകും, ചത്ത അവസ്ഥയിലാകും ആ ശരീരാവയവം.
അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പഴുത്ത് ചെയ്യാൻ തുടങ്ങും. മുറിച്ചു മാറ്റുകയല്ലാത്ത മറ്റൊരു വഴിയില്ലാതെയായി മാറും ആ ശരീരാവയവത്തിന്. ഇത് രക്തത്തിന്റെ എന്റെ ശരീരത്തിലെ രക്തത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഞാനാണെങ്കിൽ ഞാനത് സമ്മതിക്കും. എന്റെ ശരീരത്തിലെ രക്തത്തിന്റെ ഒഴുക്ക് പോലും എന്റെ കൽപ്പന അനുസരിച്ചല്ല, എന്റെ നിയന്ത്രണത്തിലല്ല. ഇത് വെറും എന്റെ ഒരു ചെറിയ ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിലെ ഒരുവൻ മാത്രമായ ഞാൻ, എന്റെ കാര്യമാണിത്. ഇതാണ് എന്റെ കാര്യമെങ്കിൽ ഇതുപോലെ എല്ലാ സംഗതികളിലും ഇപ്പൊ നമുക്ക് മണലും അതുപോലെ മെറ്റലും സിമെന്റും വെള്ളവും മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂട്ടിപ്പിടുത്തം, അതിന്റെ വളരെ ഹാർഡായിട്ടുള്ള കൂട്ടിപ്പിടുത്തം ഉണ്ടാകുന്നത് അതിന്റെ ആ പ്രോസസ്സിൽ സംഭവിക്കണത് നമ്മൾ കാണുന്നു. ആ കൂട്ടിപ്പിടുത്തം ഉണ്ടാക്കുന്നത് നമ്മളാണോ ആ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ അതിനെ ചേരുവ ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ അതിനെ ഒഴിച്ചു വെക്കുന്നു എന്നതല്ലാതെ ആ കൂട്ടിപ്പിടുത്തം ഉണ്ടാക്കുന്നത് ആരാണ്? അതിനിവിടെ സംവിധാനം ചെയ്തത് ആരാണ്? ആ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മുടെ മുടി കാലം പിന്നിടുമ്പോ അതിന്റെ വർണ്ണം മാറി വരുന്നു, സ്വഭാവം മാറി വരുന്നു. നമ്മുടെ പല്ലുകള്, അതിന് മാറ്റം ഉണ്ടാകുന്നു. ആരാണ് ഇതിന്റെയൊക്കെ റബ്ബ്? ആരുടെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെയും തന്നെ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. മർ റബ്ബു സമാവാതി സബർ വ റബ്ബുൽ അർശിൽ അദീം എന്നാണ് തുറന്നു ചോദിക്കുന്നത്. 7 ആകാശങ്ങളുടെയും ഈ മഹത്തരമായ സിംഹാസനത്തിന്റെയും റബ്ബ് ആരാണ്? അപ്പൊ എന്താണ് ഈ സിംഹാസനം? ആകാശത്തില് അത്യുന്നതങ്ങളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഇരിപ്പിടമാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ കുറ്റപ്പെടുത്തൊന്നുമില്ല. പക്ഷെ അതല്ല. സിംഹാസനം എന്നത് ഒരു പ്രതീകമാണ്, ഒരു സിമ്പിളാണത്. എന്താണത് സൂചിപ്പിക്കുന്നത്? അത് കാര്യങ്ങളുടെ മേൽ, ഒരു ഭൂപ്രദേശത്തിന്റെ മേൽ അധികാരം, നിയന്ത്രണമുള്ള ഒരാളുടേതാണ് ആ ഭൂപ്രദേശത്തിന്റെ സിംഹാസനം എന്ന് നമ്മൾ പറയാറുണ്ട്. അയാളെയാണ് നമ്മൾ രാജാവെന്നോ അധികാരിയെന്നോ ഭരണാധികാരി എന്നൊക്കെ വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകലതും തന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഒരുവന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ തന്മാത്രയെയും എന്തിനു വേണ്ടി അത് പ്രവർത്തിക്കണം എന്നാണോ അവൻ നിശ്ചയിച്ചിട്ടുള്ളത്, ആ വിധത്തില്, ആ ക്രമത്തില്, ആ അളവില് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരുടെ നിയന്ത്രണത്തിലാണോ, ആരുടെ കൽപ്പന പ്രകാരമാണോ, ആ ശക്തിയാണ് ദൈവം, സൃഷ്ടാവ് എന്ന് പറയുന്നത്. അവന്റെ അധികാര ഘടനയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന അർശുൽ അലീം എന്ന് പറയുന്നത്. അൽ അർശുൽ അലീം, അതിമഹത്തരമായ സിംഹാസനം. അത് ആരുടേതാണ്? നമ്മളെ കാത്, നമ്മളെപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വെറുതെ ഒന്ന് ചൊറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടേതാണോ ഈ കാത്? ഈ കാതിന്റെ നിയന്ത്രണം നമ്മളുടെ കൈകളിലാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് അറിയ പോലും ഇല്ല പലപ്പോഴും ആ പുറത്ത് കാണുന്ന ചെവിയുടെ ആ ഭാഗത്ത് രക്തത്തിന്റെ ചലനം ശരീരത്തിന്റെ വേറെ പല ഭാഗങ്ങളിലുള്ള പോലെയല്ല ഉള്ളത്. ആരാണ് അങ്ങനെ സംവിധാനിച്ചത്? എന്റെ കാതിനെ രൂപകൽപ്പന ചെയ്ത് ഞാനാണോ? എന്നിട്ട് അങ്ങോട്ട് രക്തത്തിന്റെ സപ്ലൈ വളരെ നിയന്ത്രിതമായിട്ടുണ്ടായാൽ മതി, ശരീരത്തിന്റെ ബാക്കി ഭാഗത്ത് ഒഴുകുന്ന പോലെയുള്ള രക്തം അത്രത്തോളം അവിടെ ഒഴുകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഞാനല്ല. അതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലല്ല. ഇതേപോലെ എല്ലാ സംഗതികളുടെയും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ആരാണ് അൽ അർശുൽ അലീം എന്ന അതിമഹത്തായ സിംഹാസനത്തിന്റെ, എല്ലാ സംഗതികളുടെയും നിയന്ത്രണത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നതാണ് ഇവിടെ ചോദ്യം. അപ്പൊ എന്താണ് ഇവരുടെ മറുപടി? സയഖൂലൂന ലില്ലാഹ്, അവര് മറുപടി പറയും
ലില്ലാ, അള്ളാഹുവാണ്, അല്ലെങ്കിൽ അതൊക്കെയും അള്ളാഹുവിന് ഉടമപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്നാണ്. ചോദ്യം ഉന്നയിക്കപ്പെട്ട വിധത്തിലാണ് ഉത്തരം പറയേണ്ടതെങ്കിൽ ഇവിടെ പറയേണ്ടത് അള്ളാഹ് എന്നാണ്. പക്ഷെ ചോദ്യത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നൽകുന്ന മറുപടി ആയതുകൊണ്ടാണ് ലില്ല എന്ന് വരുന്നത്. അള്ളാഹുവിനാണ് അവയുടെ ഒക്കെയും നിയന്ത്രണം. അത് അള്ളാഹുവിനാണ്, അള്ളാഹുവിന്റെ കൈകളിലാണ്. ഇതാണ് അവർ നൽകുന്ന മറുപടി. ഇത് പറയാതെ ഒരാൾക്കും സാധ്യമല്ല. ഉത്തരം പറയാതിരിക്കാൻ കഴിയും, പക്ഷെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ അള്ളാഹു എന്നതല്ലാത്ത ഒരു ഉത്തരം ഒരാൾക്കും പറയാൻ സാധ്യമല്ല. കാരണം ആരുടെ പേര് പറഞ്ഞാലും അതൊക്കെയും തന്നെ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കാത്ത, ചരിത്രബോധമില്ലാത്ത, വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും. സയഖൂലൂന ലില്ല. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിക്കാൻ വേണ്ടി പറയാ, അഫലാ തത്തഖൂൻ, എന്നിട്ട് എന്തേ കൂട്ടരെ നിങ്ങൾക്ക് ഒരു പേടിയില്ലേ? ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എന്നിട്ടും നിങ്ങൾ അവനെ ഭയപ്പെടുകയോ സൂക്ഷിക്കുകയോ അവനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കുകയോ ചെയ്യുന്നില്ലേ? എന്തേ നിങ്ങൾക്ക് അത് ഒരു ജാഗ്രത ഉണ്ടാക്കാതിരിക്കുന്നു എന്നതാണ് ചോദ്യം. അഫലാ തത്തഖൂൻ. ഇത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിനോട് യാതൊരു തഖ്വയും തോന്നുന്നില്ലേ? അവന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഭയവും ഇല്ലേ? നിങ്ങൾക്കൊരു ജാഗ്രതയും സൂക്ഷ്മതയും ശ്രദ്ധയും അവന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുമ്പോ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് തുടർന്ന് ചോദിക്കുന്നത്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈ. തുടർന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ് കൂട്ടരെ? മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈ. എല്ലാറ്റിന്റെയും ആധിപത്യമുള്ളത് ആരുടെ കയ്യിലാണ്? മലക്കൂത്ത് എന്നുള്ളത് മുൽക്ക് കാണിക്കുന്നതും മിൽക്ക് കാണിക്കുന്നതുമാണ്. ഉടമസ്ഥതയും അധികാരവും. ഉടമസ്ഥതയും അധികാരവും ഒരേപോലെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് മലക്കൂത്ത് എന്നുള്ളത്. ഈ ആകാശഭൂമികളുടെ ആധിപത്യം, അവയുടെ ഉടമസ്ഥതയും അവയുടെ മേലുള്ള നിയന്ത്രണാധികാരവും ആരുടേതാണ്? മൻ ബിയദിഹി മലക്കൂത്തു കുല്ലി ശൈഇൻ. എല്ലാറ്റിന്റെയും മലക്കൂത്ത് ആരുടെ കയ്യിലാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സത്യാന്വേഷണ യാത്രക്കിടയിൽ അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആകാശഭൂമികളുടെ അധികാരഘടനയെ കാണിച്ചു കൊടുത്തത് ഖുർആൻ അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നാം മലക്കൂത്തു സമാവാത്തി വൽ അർള് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നത്. ഈ പ്രപഞ്ച സാകല്യത്തിന്റെ സമ്പൂർണമായ അധികാരവും ഉടമസ്ഥതയും നിയന്ത്രണവും ആരുടേതാണ് എന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു ബോധ്യപ്പെടുത്തിയ കാര്യമാണ് അവിടെ പരാമർശിക്കുന്നത്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈ വഹുവ യുജീറു. അവനാണ് അഭയം നൽകുന്നവൻ. അവനല്ലാതെ ഒരാളും അഭയം നൽകാനില്ല. വലാ യുജാറു അലൈഹി. അവനെതിരിൽ ആർക്കെങ്കിലും അഭയം നൽകാൻ കഴിയുമോ? സാധ്യമല്ല. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിനക്ക് ഞാൻ അഭയം തരാം എന്ന് പറയാൻ കഴിയുന്ന ഒരുവനും ഇല്ല തന്നെ. ഏതൊരുവന്റെ സാന്നിധ്യത്തിലാണോ ഒരാൾക്കും അഭയം നൽകാൻ കഴിയാതിരിക്കുന്നത്, ആ അള്ളാഹു അവനാണ് ഈ മലക്കൂത്ത് സമാവാത്തി അർളിന്റെ ഉടമസ്ഥൻ. അവൻ പലർക്കും അഭയം നൽകും. അവൻ അഭയം നൽകാമെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകളെ ഉപദ്രവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവന്റെ സംരക്ഷണത്തിന്റെ വലയത്തില് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും അയാളെ ദ്രോഹിക്കാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കെങ്കിലും അഭയം നൽകാൻ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലും തന്നെ കഴിയില്ല. അവനെതിരിൽ ഒരാൾക്കും തന്നെ അഭയം നൽകാൻ സാധ്യമല്ല തന്നെ. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നീങ്ങു പോരെ, നിന്റെ കാര്യം ഞാൻ നോക്കാം. അങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിൽ, ഒരു അള്ളാഹ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാലോ
എന്നൊക്കെയുള്ള നിലയ്ക്ക് ഇപ്പോൾ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ പ്രയോഗത്തില് അങ്ങനെ മുതിർന്നാൽ അള്ളാഹുവിന്റെ എതിരിൽ നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറയാൻ കഴിയുന്ന ഒരാളും തന്നെ കാണപ്പെടുകയില്ല. വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. എൽമുള്ളവരാണ് നിങ്ങളെങ്കിൽ, കൃത്യമായ വല്ല ജ്ഞാനവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാണ് മലക്കൂത്തു സമാവാത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സയഖൂലൂന ലില്ലാഹ്. അപ്പൊ നിങ്ങൾ പറയും അള്ളാഹുവിൻ്റെതാണ് ഇതൊക്കെയും തന്നെ. ഈ മലക്കൂത്ത്, ഈ അധികാരാധിപത്യം അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെതാണ് എന്നത് നിങ്ങൾ കൃത്യമായി ജ്ഞാനമുള്ളവരെങ്കിൽ അത് ഏറ്റുപറയുന്നവരായി മാറും. എന്നിട്ട് അള്ളാഹു പറയാണ്, പ്രവാചകരെ അവരോട് വീണ്ടും ചോദിക്കുക, ഫഅന്നാ തുസ്ഹറൂൻ. എന്നിട്ടും എന്തേ നിങ്ങൾ സിഹിർ ബാധിച്ചവരാകുന്നു, സിഹിറിന് വിധേയമാകുന്നു എന്നതാണ് ചോദ്യം. നിങ്ങൾ ആഭിചാരക്രിയക്ക് വിധേയമായവരെ പോലെ ആകുന്നല്ലോ. ഇതൊക്കെ മനസ്സിലായിട്ടും നിങ്ങൾ സിഹിർ ബാധിച്ച ആളുകളെ പോലെ ആവുകയാണോ എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തിൽ ആളുകള് പലപ്പോഴും ആരോപണമായി ഉന്നയിച്ചിരുന്ന കാര്യമാണ് നബിക്ക് സിഹിർ ബാധയുണ്ട്, അതുകൊണ്ടാണ് നബി ഇങ്ങനെയൊക്കെയുള്ള ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്നാൽ ഇവിടെ അള്ളാഹു കൃത്യമായ അടിത്തറയിൽ നിന്നുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ്, ഈ പ്രവാചകനല്ല സിഹിർ ബാധിച്ചത്. ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാതെ സത്യത്തിനെ തകിടം മറിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തലയിലേറ്റി നടക്കുന്ന, ആർക്കാണോ വിധേയത്വം നൽകേണ്ടത് അവന് വിധേയത്വം നൽകാതെ, ആരെയാണോ അനുസരിക്കേണ്ടത് അവനെ അനുസരിക്കാതെ യാഥാർത്ഥ്യങ്ങളെ തകിടം മറിക്കുന്നതിനാണല്ലോ സിഹിർ എന്ന് പറയുക. നമ്മളെ കയ്യിലൊരു തൂവാലയുണ്ട്, എന്നിട്ട് ആ തൂവാല ഞാൻ കയ്യിലിങ്ങനെ എടുത്തു ഉയർത്തി കാണിക്കുമ്പോ നിങ്ങൾ മുയലിനെയാണ് കാണുന്നതെങ്കിൽ അതാണല്ലോ സിഹിർ. കയ്യിലൊരു വടിയുണ്ട്, അതിങ്ങനെ ചുഴറ്റുമ്പോ നിങ്ങൾ കാണുന്നത് ഒരു പാമ്പ് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നതാണ് എങ്കിൽ അതാണല്ലോ സിഹിർ. യാഥാർത്ഥ്യത്തിനെ തകിടം മറിച്ചുകൊണ്ട് കാണിക്കുക എന്നതാണ് സിഹിറിന്റെ അടിസ്ഥാന തത്വം. അപ്പോ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി ബോധ്യപ്പെടാതെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ധാരണകളിലേക്ക് എത്തുന്നതിന് പകരം നിങ്ങൾ യഥാർത്ഥ ഉടമസ്ഥനെ അവഗണിച്ചുകൊണ്ട് അനർഹരായ പലരെയും ഉടമസ്ഥനായി കണ്ടുകൊണ്ട് അവരുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന, അവർക്ക് വിധേയപ്പെടുന്ന, അവരെ അനുസരിക്കുന്ന, അവരെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിഹിർ ബാധിച്ചവരെ പോലെയാണ്. കാരണം നിങ്ങൾക്ക് യഥാർത്ഥ കാര്യമല്ല കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അയഥാർത്ഥമായ കാര്യങ്ങളെ കണ്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു. ഭരണം നടത്തുന്ന ഫറോവയെ നിങ്ങൾ ദൈവമായിട്ട് മനസ്സിലാക്കുന്നു. അധികാരം കൈയാളുന്ന നമ്മുടെ നാട്ടിലെ ഭരണാധികാരിയെ അള്ളാഹുവിനെ പേടിക്കേണ്ട വിധത്തിൽ നമ്മൾ പേടിക്കാൻ ഒരുങ്ങുന്നു. ഇതിനാണ് സിഹിർ എന്ന് പറയാം. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, ഫഅന്നാ തുസ്ഹറൂൻ. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെയും മനസ്സിലായിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സിഹിർ ബാധിച്ച വിധത്തിലായി മാറുന്നത് എന്നതാണ് ചോദ്യം. അപ്പൊ യഥാർത്ഥത്തില് സത്യം കാണാൻ കഴിയാത്ത വിധത്തില് സിഹിർ ബാധ ഏറ്റിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ അല്ല, അത് അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിഷേധികളെയാണ് എന്ന കാര്യം കൂടിയാണ് അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.